ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് ഒരു കോർപ്പറേഷൻ ഭരണം ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു വിജയം ഘടകകക്ഷി എന്ന നിലയിൽ താങ്കളുടെ പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നു? അല്ല, നേരത്തെ തന്നെ വളരെ മുമ്പ് തന്നെ നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നേരത്തെ തന്നെ കാഴ്ചവെച്ചിരുന്നു. ഏകദേശം ഒരു 2 വർഷം കൊണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വിജയമാണ് ഇപ്പോൾ കിട്ടിയത്. അത് പൂർണ്ണമായിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ. നമ്മൾ ചെയ്ത വർക്ക് അനുസരിച്ച് ഈ സീറ്റ് 50 പോരാ. കുറച്ചുകൂടി 60-65 സീറ്റിലേക്കാണ് പോവേണ്ടിയിരുന്നത്. അതെത്തിയില്ല. എന്നിരുന്നാലും ജനങ്ങൾ ഈ പാർട്ടിയെ ഉൾക്കൊള്ളത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രാമങ്ങളിൽ പൂർണ്ണമായിട്ട് ഈ ശുചീകരണമില്ലാതെ, വെള്ളമില്ല, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഈ വിധിയെഴുത്ത്. അതിനനുസരിച്ച് തന്നെ ആയിരിക്കും മുമ്പോട്ടുള്ള പോക്കും. ഈ മാറ്റത്തിൽ നിന്നും കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ ഉറപ്പായിട്ട് ബി.ജെ.പിക്ക് 7 സീറ്റ് കിട്ടും, കോൺഗ്രസിന് 7 സീറ്റ് കിട്ടും. ഈ അമ്പലക്കൊള്ളക്കാർക്ക് 1 സീറ്റും ഈ ജില്ലയിൽ കാണില്ല. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം നമുക്ക് അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുമോ CPM-ന്? വില കുറയ്ക്കുന്നതല്ല, അവരിൽ കൂടുതൽ നിൽക്കുന്നത് അവരിൽ ഹിന്ദുക്കളാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് വിശ്വാസം, എല്ലാ വർഷവും വ്രതം നോറ്റ് ശബരിമല പോണ ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് പാർട്ടിക്കാരല്ലേ വിശ്വാസമില്ലാതെ ഉള്ളത്. ആ വിശ്വാസിയുടെ മനസ്സിൽ ഒരു അമ്പലക്കൊള്ളക്കാരാണ്. അത് ശബരിമല ആയതുകൊണ്ട് വലിയ ന്യൂസ്. ഈ ചെറിയ ക്ഷേത്രങ്ങളിൽ എത്ര കൊള്ളയടിച്ചെന്ന് വല്ല ആഡിറ്റ് നടത്തിയോ? ചെറിയ ക്ഷേത്രത്തിൽ ഒരു കൊള്ളയടിക്കും, ഒരു കൊള്ളക്കാരാണ്. അത് ജനം മനസ്സിലാക്കി. അതിന് ആർക്കും മാറ്റാൻ കഴിയില്ല. ആ തരംഗത്തിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉറപ്പായിട്ട് ബി.ജെ.പിക്ക് 7 സീറ്റ് ഉണ്ടാവും. കോൺഗ്രസ് ആയിരിക്കും അടുത്ത 7 സീറ്റ് പിടിക്കുന്നത്. ഈ കളറ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. ഈ CPM പറയുന്നത് താങ്കൾ ഇപ്പോഴും തങ്ങളുടെ പാർട്ടി തോറ്റിട്ടില്ല, വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിന്റെ എണ്ണത്തിലും തങ്ങളാണ് മുന്നിൽ, സീറ്റ് കാര്യത്തിൽ മാത്രമാണ് ബി.ജെ.പി മുന്നിൽ, അങ്ങനെ ഒരു ന്യായക്കണക്കുകൾ പറയുന്നുണ്ട്. ഒരേ കണക്ക് ഈ നാട് മുഴുക്ക വെള്ളം കയറിയാലും മാക്കറി അതിൻ്റെ ഉയരായിരിക്കുമല്ലോ. അതാണ് അവരെ സ്ഥിതി. എന്തിനും ഒരു ന്യായം പറയും. അത് അവർക്ക് അഭിപ്രായം പറയാമല്ലോ. അവർക്കൊന്ന് ചിന്തിക്കാമല്ലോ, അവരുടെ കയ്യിലിരുന്ന ഈ സീറ്റുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി, അവരുടെ ഇന്നത്തെ സ്ഥിതി എന്ത്. അവസാനം വരെ അവർ കള്ളം പറയും. അവര് ചെറിയ ശതമാനം വോട്ടിനാണ് തോറ്റതെന്നാണ് പറയുന്നത്. അല്ല, ശതമാനം എത്രയായാലും വിജയത്തിനെ അവർ അംഗീകരിക്കണമല്ലോ. അല്ല, ഇനി പുതിയതായിട്ട് ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല പ്രശ്നം ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല, ഗോവിന്ദൻ തുടർച്ചയായി തന്നെ പറയുക. ഗോവിന്ദന് ഇത് തന്നെ പറയാം. കാര്യം എന്ത് വികാരമാണ് പിന്നെ ഫലിച്ചത്? ഭരണം നല്ല ചെയ്തതുകൊണ്ടാണ്. ആളുകളെങ്കിൽ വീണ്ടും വോട്ടിടും. അതിപ്പോൾ എല്ലാ സ്ഥലത്തും നോക്കാമല്ലോ. ഈ കണ്ണൂർ കോർപ്പറേഷനിലും 4 സീറ്റ് പിടിച്ച്. അതുപോലെ എല്ലാ സ്ഥലവും നോക്കാം. ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ എല്ലാ സ്ഥലത്തും താമര. നേരത്തെയൊക്കെ താമരയ്ക്ക് വോട്ടിടാൻ ആളുകൾക്ക് ഒരു ചെറിയ അലർജി ഉണ്ടായിരുന്നു, ചില വിഭാഗം ആളുകൾക്കൊക്കെ. അതൊക്കെ പൂർണ്ണമായിട്ട് മാറി. ഞങ്ങൾ തന്നെ കാമരാജ് കോൺഗ്രസിന് ഒരു വാർഡും ഒരു ബ്ലോക്കും പിടിച്ചു. അത് ആ വാർഡ് പിടിച്ചെടുത്ത് അതിൽ ബി.ജെ.പിക്ക് ശരിക്കും പറഞ്ഞാൽ 50-55 വോട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ ക്രൈസ്തവരാണ്. അത് ആളുകൾ അത് ഉൾക്കൊള്ളുന്നു. അതിനൊരു ഉദാഹരണമാണ്. അത് ഇനി വ്യാപകമായിട്ട് ഉൾക്കൊള്ളും. ഇനി തന്നെ ഒരു ഇലക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് വിഴിഞ്ഞത്ത്. അന്ന് ഒരാൾ മരിച്ചതുകൊണ്ട് മാറ്റിവെച്ചത്. അവിടെയും ബി.ജെ.പി പിടിക്കും. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ കഴിയും. ഉറപ്പായിട്ട് കടക്കാൻ കഴിയും. ഇപ്പം വന്നിരിക്കുന്ന ജയിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അത് നല്ല ക്രെഡിബിലിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മെമ്പർമാരാണ് വന്നിരിക്കുന്നത്. വളരെ നന്നായി കൊണ്ടുപോകും. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രത്യേക നിരീക്ഷണം, ഒപ്പം കേന്ദ്രത്തിൻ്റെ ഒരു നിരീക്ഷണം, ഇത് കിട്ടിയതിനെ ഭംഗിയായിട്ട് ഉയർത്തിക്കൊണ്ടു പോകാനും ആ വികസനമൊക്കെ രേഖ പ്രഖ്യാപിക്കാൻ അടുത്ത മാസം പ്രധാനമന്ത്രി വരുമെന്നാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പോലും ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ NDA വലിയ പ്രതീക്ഷയിലാണോ ഈ വിജയത്തോടു കൂടി തന്നെ? ഈ വിജയത്തിന് ഇനി 120 ദിവസമല്ലേ ഉള്ളൂ അടുത്ത വിജയത്തിന്. ഇതിനിടയ്ക്ക് ഒരു അട്ടിമറി നടക്കാനില്ലല്ലോ. ഇതിലെന്തെങ്കിലും NDAയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തി അതുകൂടി കവർ ചെയ്യും. എന്തെങ്കിലും കുറച്ച് പോരായ്മ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വിലയിരുത്തിയിട്ട് അത് നമ്മൾ പരിഹരിക്കും. അപ്പോൾ ബി.ജെ.പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കും? ഉറപ്പല്ല, അക്കൗണ്ടല്ലല്ലോ, 7 അക്കൗണ്ട് ഈ ജില്ലയിൽ മാത്രം തുറക്കും. പിന്നെ അതുപോലെ മറ്റെത്രയും സ്ഥലം കിടക്കണം. നമ്മൾ 100% ജയിക്കുന്ന ഒരുപാട് സീറ്റുകൾ ഉണ്ട്. ഏകദേശം കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ പദ്ധതികളിൽ ആകർഷിതരായ വിദ്യാർത്ഥികളടക്കം ഉള്ള ആളുകൾ കൂട്ടത്തോടെ ബി.ജെ.പിക്കാണ് വോട്ടിടുന്നത്. ആ മാറ്റവും അംഗീകരിക്കണ്ടേ?
ഈ ശബരിമലയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. CPM പറയുന്നത് പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തങ്ങൾ വിജയിച്ചു. പിന്നെ എവിടെയാണ് ഈ ശബരിമല പ്രശ്നം? കാരണം BJP-യുടെ കയ്യിലിരുന്ന പന്തളം പോലും തങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു. അല്ല, പന്തളം പിടിച്ചു എന്ന് അവർ പറയണത് പന്തളവും ശബരിമലയായിട്ട് ബന്ധമുണ്ട്, ശരി തന്നെ. പക്ഷേ വോട്ടർമാരിലുണ്ടായ വ്യത്യാസം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ തന്നെ കോൺഗ്രസ് കുറെ വോട്ട് പിടിക്കാൻ കാര്യം എന്ത്? കോൺഗ്രസിന്റെ ഈ അവർ ഗ്രൂപ്പ് വ്യത്യാസത്തോടു കൂടി ഇവിടെ പ്രവർത്തിച്ച് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നവർക്ക് ജനങ്ങൾ ശബരിമലയുടെ പേരിൽ തന്നെ അവർ വോട്ട് പിടിച്ചു. അതുതന്നെയാണ് അവർക്കും ഉണ്ടായിട്ടുള്ള വിജയം. നമുക്കുണ്ടായിട്ടുള്ള വിജയവും അതിനുപരി അടിസ്ഥാനപരമായ വർഷങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം, അതിൻ്റെ മുന്നോടിയായി നമുക്ക് കിട്ടിയ ജനങ്ങളുടെ അംഗീകാരമാണ് നമുക്കിപ്പോൾ കിട്ടിയ വിജയം. ഈ മുൻകാലങ്ങളിൽ നാം പരിശോധിക്കുന്ന BJP-ക്കുള്ളിലും ഘടകകക്ഷികൾക്കുള്ളിലും പരസ്പര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളായ തർക്കങ്ങൾ ഒഴിവാകുന്നതാണോ BJP ലക്ഷ്യമിടുന്ന ഈ വിജയത്തിന് കാരണം? ആദ്യം പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരും തിരുവനന്തപുരവും പിടിക്കും, അതിൽ തൃശ്ശൂർ പിടിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കും, തിരുവനന്തപുരം പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഐക്യപ്പെടലാണോ ഈ വിജയത്തിന്റെ രഹസ്യം? അല്ല, മുന്നണി എന്ന നിലയിൽ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരു വളരെ മാറ്റമുണ്ട്. 2 മാസത്തിൽ ഒരിക്കൽ മീറ്റിങ്ങൊക്കെ വിളിച്ച് എല്ലാവരുടെ അഭിപ്രായത്തിനും വിലകൽപ്പിക്കും. ആ രീതിയിൽ ഒരു നല്ല മുന്നേറ്റത്തിന് കണക്കാക്കിയുള്ള പ്രവർത്തനവും ഓരോ തീരുമാനം എടുത്താൽ ആ എടുത്ത തീരുമാനം നടപ്പാക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. മറ്റു തീരുമാനമൊക്കെ എടുക്കും, പക്ഷെ അത് നടപ്പാവില്ല. ഇതല്ല, ഒരു തീരുമാനം എടുത്താൽ നോട്ട് ചെയ്ത് വെച്ചാൽ അത് നടന്നു എന്ന് നോക്കും. അത് നടന്നില്ലെങ്കിൽ അത് നടത്താനുള്ള സംവിധാനം, എല്ലാ സംവിധാനവും ഉണ്ട്. ഇപ്പോൾ നേരത്തെ പോലെ അല്ല. പാർട്ടിക്ക് ഈ മുന്നണിയിലെ കക്ഷികളെയൊക്കെ ബഹുമാനിച്ച് അവരുടെ കഴിവുകളെയൊക്കെ ഉപയോഗിച്ച് മുന്നണി ഐക്യം സൂചിപ്പിക്കുമ്പോഴും CK ജാനു അടക്കമുള്ളവർ മറുകണ്ടത്ത് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അത് സ്വാഭാവികമായിട്ട് അപ്പുറത്ത് പോയാൽ എന്തോ കിട്ടുമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഈ CK ജാനുവിന് ഈ മുന്നണിയിൽ നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിരുന്നാലും തൊട്ട് മുന്നിൽ പോലും സീറ്റ് കൊടുത്ത് ഒരു മാന്യത കാണിച്ച് NDA. പക്ഷേ അവർ തിരിച്ചു കാണിച്ചില്ല. അവർക്ക് കോൺഗ്രസ് പുറത്ത് നിന്ന് താങ്ങി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കുള്ള ഒരു നല്ല ഒരു മാതൃകാപരമായി CK ജാനു നല്ല വ്യക്തിയാണ്. പക്ഷെ ചെന്ന് എത്തപ്പെടുന്നിടം ഒരു കസേര പോലും കിട്ടാത്ത സ്ഥലമാണെന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ കോൺഗ്രസിനെ കുറിച്ച് സൂചിപ്പിച്ചോണോ, വരുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആയിരിക്കുമോ കേരളം ഭരിക്കാൻ പോകുന്നു? ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഈ അമ്പലക്കൊള്ളക്കാർ വരില്ല. പിന്നെ കോൺഗ്രസിന് സാധ്യത കൂടുതൽ വരണ്. പക്ഷേ ഇന്നത്തെ ഈ അന്തരീക്ഷവും ഇനി പ്രധാനമന്ത്രി വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ പ്രവചിക്കുന്ന സമയത്ത് ജനങ്ങൾ എങ്ങനെ തിരിവെന്നറിയാൻ നോക്കൂല. എന്തായാലും ഈ അമ്പലക്കൊള്ളക്കാരല്ല. അല്ല, അവർ തുടർച്ചയായി തന്നെ പറയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 110 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. ഇത്തവണ അത് കോൺഗ്രസിന് 110, അതിനെ 80 ചുരുക്കാൻ കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിക്കുമെന്നാണ് CPM ആവർത്തിച്ച് പറയുന്നത്. ഉറപ്പായിട്ട് അത് നടക്കില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ വരെ എത്തിയിരിക്കുന്നു ഇവർ കൊള്ളയടിച്ച കാര്യങ്ങളും. അത് സാധാ സ്ഥലങ്ങളിലെ കൊള്ളയടിപ്പ് മുതൽ അത് എല്ലാവരുടെ വീട്ടിലും TV ഉണ്ടല്ലോ. ഇപ്പോൾ അടുക്കളയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയില്ലേ. ഈ ജനങ്ങളല്ലേ വോട്ടിടേണ്ടത്. പണ്ടത്തെ പോലെ പറഞ്ഞു മാറ്റാൻ പ്രയാസമാണ്. ജനങ്ങൾ നല്ല ബോധവാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഭരണത്തിൽ വരില്ല, അതിൽ സംശയമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.